വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗർ ജിഷ്ണു. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ലോങ് വീഡിയോ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന കേസ് ഒരു തലശ്ശേരി കോട്ടയിലേക്ക് കഴിക്കുകയാണ്. അപ്പം കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിത് കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കേസ് ഒരു കടയിൽ കയറ്റി അവിടെ നിന്ന് ഒരു 3 ഇഡലിയും സാമ്പാറും ചട്നിയും വാങ്ങിയിട്ട് അതും കഴിച്ച് നേരെ പോകാനൊരു പ്ലാനിലാണ് വന്നത്. ഇത് നമ്മൾ നേരത്തെ ഇഡലി എന്ന് കേസ് മട്ടന്നൂർ ടൗണിൻ്റെ മുമ്പ് തന്നെ ഉള്ള പീടിക കഴിക്കാം. ബസ് സ്റ്റാൻഡിൽ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു പീടിക കഴിക്കുകയാണ്. അവിടെ നമ്മുടെ ഫുഡും കഴിച്ച് നേരെ നമ്മൾ തലശ്ശേരി വണ്ടിയിൽ നമ്മൾ തലശ്ശേരി എത്തി. തലശ്ശേരി ബസ്സിൽ തലശ്ശേരിക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങനെ പോകണമെന്ന് അറിയില്ല. പെച്ചങ്ങ് പോക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ വഴി നോക്കിയിട്ട് നേരെ പോകണം. ഞാൻ പറയാൻ കേട്ടുകൊണ്ട് വിചാരിക്കുന്നത് നമ്മൾ വഴി കണ്ടുപിടിക്കട്ടെ. ഓക്കെ, നമ്മളങ്ങനെ ഏതാണ്ട് സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം. ഇതാ അത് കഴിക്കാൻ സ്ഥലം വരുന്നത്. ഈ വെയിലത്തേക്ക് വെള്ളം കുടിക്കാണ്ടാവില്ല. അതുകൊണ്ട് ലൈം കുടിക്കാൻ നമ്മൾ അടുത്തുള്ള കടയ്ക്ക് നമ്മളങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്നെ കുറച്ച് ലൈം വന്ന് കുടിക്കട്ടെ. എൻ്റെ കണ്ണൂർക്കോട്ടയൊക്കെ ഇവിടെ അല്ല കണ്ണൂരല്ല തലശ്ശേരി. ചൂടെടുത്ത് പണിയാളെ വെയിലത്ത് വരേണ്ട ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു. കാര്യം പറയുന്നത് ലൈം കുടിച്ചതിന് ബാക്കിയായിട്ട് അപ്പോൾ എന്താ കേസ് നമ്മൾ നല്ലൊരു ലൈമും കുറിച്ച് നേരെ കോട്ടയിലേക്ക് പോകാം. നേരെ എന്തായാലും കോട്ടയെത്തിയിട്ട് കാണാം. അപ്പം കേസ് നമ്മൾ തലശ്ശേരി കോട്ട ഫ്രണ്ട് സൈഡ് എത്തിയിട്ടുണ്ട്. ഇതും കാണിക്കാൻ ഫ്രണ്ട് സൈഡിൽ വരുന്ന വ്യൂ കാണിക്കാൻ വരുന്നത്. നമുക്ക് എന്താ ഉള്ളിൽ കയറി നോക്കണം. അവിടെ ഇത്ര വലുപ്പമുണ്ടാവും സത്യം പറഞ്ഞാൽ അറിയിക്കുന്നു. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. നമുക്ക് എന്താ ഉള്ളിൽ കയറി നോക്കാം. ഇത് അത്യാവശ്യം ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് നമുക്ക് എന്താ കയറി നോക്കാം. പൈസയാ. അപ്പോൾ ഞാൻ സമയത്ത് കോട്ടയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഇതിനായി കേട്ടോ എൻട്രൻസ്. ഇത് ഇവിടെ എന്തൊക്കെയോ സ്ഥലമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്തും വരുന്നുണ്ട്. ഏതാ ഗസ് വ്യൂ. നമുക്ക് ഫുൾ സ്ഥലത്ത് പോകാം. എക്സ്പ്ലോർ ആണ് ഫുള്ള്. ഓക്കെ, ഇവിടെ ഇതൊരു മാപ്പും ഞങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. എന്തെല്ലാം ആക്ടിങ് കഴിക്കുന്നതാണ്. ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്തെല്ലോ സംഭവം ഇവിടെ ഉണ്ട് എഴുതിയിട്ട്. വായിക്കേണ്ടവർ പൗസ് ചെയ്തിട്ട് വായിച്ചോ. ഇതിൻ്റെ മാപ്പ് ഇവിടെ കണ്ട വ്യൂ നല്ല കേസിന് വ്യൂ വരുന്നത്. ഇത് നോക്കിയാട്ട് ഇങ്ങോട്ട് എൻ്റെ മോനെ. ശരിക്കും പറഞ്ഞാൽ തലശ്ശേരിയിൽ ഏറ്റവും ഒരു അണ്ടർ റേറ്റഡ് സ്ഥലം തന്നെ പറയാം. ഇവിടെ എന്തോ സംഭവമുണ്ട്. പുരാതനമായിട്ടുള്ള എന്തോ ആണ്. അവസാന വീടാണ് ഇവിടെ. വെയിലാണ്ട് ശബാര വീട്. അതിൻ്റെ അടുത്താണ് നമ്മൾ ഇവിടെ മേലെ വന്ന്. അതാണ് കേസ്. പിന്നെ കണ്ണൂർ തലശ്ശേരി കോട്ട ടോപ്പ് വരുന്നത്. ടോപ്പ് വ്യൂ വെച്ചാൽ ഇങ്ങനെയൊക്കെ വരിക. എൻ്റെ മോനെ ഏതാ വെയിലേ അറിയാം. ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല. നല്ല കാര്യം പറയാലും നമുക്കെന്താ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്തിരുന്ന് പോകും. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു വഴിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് കപ്പിൾസാണ്. നമ്മൾ സിംഗിൾ പോയിട്ട് വന്ന് ഫുള്ള് കപ്പിൾസാണ്. ഇതെന്താ ഇവിടെ നിന്ന് നമുക്ക് തലശ്ശേരി പഴയ സ്ഥാനമൊക്കെ കാണാം ഫുള്ള്. നമുക്കിത് ഇതിൻ്റെ മേലെ ഇടിയും കയറാൻ പറ്റും. നമുക്ക് അവിടുത്തെ കയറി വിടാം. ഇനി ഇതിൻ്റെ മേലേക്ക് വേറെ സ്റ്റെപ്പ് വരുന്നുണ്ടോ. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇതൊക്കെ അങ്ങൊരു കടലും വരുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പോവാം. ഇവിടെ കഴിക്കാൻ അതിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നത്. എന്താ പറയുക, ഇവിടുത്തെ വ്യൂ തന്നെ വെച്ചായില്ലേ. നോക്കിയാട്ടെ. തൊട്ടപ്പുറത്ത് കടലും അതിൻ്റെ ഇപ്പുറത്ത് ടൗണ്. ഇതിലോട്ട് പോകുന്ന പക്ഷികൾ കാണുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. അപാര വ്യൂ ആട്ടെ. ഇവിടെ കാര്യം പറയാലോ. പക്ഷേ ഈ വെയിലത്ത് വരുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഈ വെയിലത്ത് വരാന്താണ് വരുന്നത്. നമുക്ക് വരാന്ത് ഇങ്ങോട്ടും വരാന്ത് എല്ലാവർക്കും വരാന്ത്. ഫുൾ എക്സ്പ്ലോർ ആയിട്ട് പോകും. നട്ടപ്പോൾ ഇപ്പോൾ സമയത്തേക്ക് അറിയാം. നോക്കട്ടെ 11:45 അത് നമ്മൾ ഇതായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ പോവാം. നേരെ ഇങ്ങോട്ടൊരു വഴിയാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം എൻട്രൻസ്. ആടിൻ്റെ കോളാറ്റം വരുന്നുണ്ടാ. സെറ്റ് വഴിയാട്ടെ ഇങ്ങോട്ടേക്ക്. കാര്യം പറയാതെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാട്ടെ. നോക്കിയാൽ താഴേക്ക് എൻ്റെ മോനെ ഇടുന്ന കാല് ഇറക്കും. കാര്യം പറയല്ലോ. ഇതേണ്ട നമ്മളെ കയറി വന്ന സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത്. ഇതേണ്ട നമ്മൾ ഇരുവിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് ഇരുവിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഇതിൻ്റെ അടിയിലൂടെ അങ്ങോട്ടേക്ക് പോകും. ഇവിടെ ഇടുക കാണിച്ചു തരാൻ പറ്റും. കാണിച്ചു തരാം. ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ടോ. ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഞാൻ എന്താ ഇവിടെ കുറച്ച് മുമ്പ് ഇരുന്നിട്ടല്ലേ പോകുന്നില്ല. എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് കാര്യം പറയാലോ. അതുകൊണ്ട് കുറച്ച് നേരം വിശ്രമം. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അതൊന്നും കാണുന്നില്ല. എന്തെല്ലോ പണ്ടത്തെ ആൾക്കാരൊന്നും കേൾക്കും. പുരാതന
ഇതാ ലൈറ്റ് ഹൗസ്, ഇതാ ഇവിടെ ലൈറ്റ് ഹൗസ് കഴിക്കതാ. ആ മരമറിയിൽ കാണില്ല. ഓക്കെ വാ, ഇവിടെ എന്തെല്ലാം ഉണ്ടാണ്ട്. ഇതെന്നാ പിട്ടും കിട്ടി ചിരട്ട മറിച്ചിട്ട് പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനുള്ളിൽ ഇരിക്കാനാവുക. എടാ ഇതിൻ്റെ തണുപ്പുണ്ടാവും കേട്ടോ. തണുപ്പുണ്ട്, ഇതിൻ്റെ പുറത്തല വെയിലുണ്ട്. ഈ കോട്ട ഇവർ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനൊരു വലിയ ഷൗട്ട് ഔട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു കോട്ട ഇത്ര നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട്. ഇതിൻ്റെ മോനെ നമ്മളിത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം പോയില്ല, ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് അങ്ങോട്ടേക്ക്. ഇപ്പം നമ്മളിതിൻ്റെ നേരെ ബാക്ക് സൈഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ ആ മോനെ സ്വർഗം. നല്ല കാറ്റുണ്ട്, കാര്യം പറയാലോ. എന്നോട് തണുപ്പ് ഇടാ. നോക്ക് ഇവിടെ ലൈറ്റ് ഹൗസും വരുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ പിക്ക് എടുക്കണ്ടെങ്കിൽ ഇതാ കയറി വന്നു. തലശ്ശേരി കോട്ട പിക്ക് എടുക്കണ്ടെങ്കിൽ. അയ്യ എടാ, അതിൻ്റെ അപ്പുറത്തുണ്ടോ പള്ളിയും വരുന്നുണ്ട് തോന്നുന്നു. ഇതാടാ അതിൻ്റെ അപ്പുറത്തൊരു പള്ളി. നൈസ് വ്യൂ ആട്ടെ. ആ ഒരു ഫോട്ടോ എല്ലാം എടുത്തു തരാം കുറച്ച്. അങ്ങനെ തലശ്ശേരി കോട്ട ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലെ ബീച്ചിലേക്ക് വിടുകയാണ്. ഈ തൊട്ട് ബാക്കി തന്നെ ബീച്ച് ചെയ്ത് ഇവിടെ ഒരു പള്ളിയൊക്കെ വരുന്നുണ്ട്. ഭയങ്കര കിടിലം വ്യൂ പോയിന്റ് ആണ്. എല്ലാവരും നേടെ നോക്കിയ വ്യൂ ആണ്. നമുക്കെന്താ അതിൻ്റെ ബാക്കിൽ ബീച്ചിലേക്ക് പോവാം. ഗൈസ്, ഈ നട്ടുച്ചക്ക് പോകാൻ ഏറ്റവും വലിയ ബാഡ് ഡിസിഷൻ ആയി. കാരണം കാര്യമാരി വെള്ളിപ്പേൻ തീർക്കും. മാരി ചൂടായി. കാര്യമാരെ ചൂട് വെച്ചാൽ അങ്ങനെ ചൂട്. നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാം. അവിടെ എത്തിയിട്ടാണ് കയ്യിൽ നമ്മൾ കടൽപ്പാലത്തേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഇവിടെ എത്ര നടന്നു കയറിയാ. ഇതിങ്ങനെയൊക്കെയാ സ്ഥലം വരുന്നത്. ഇവിടെ ഒരു നായൊക്കെ ഉണ്ട്. ഇവിടെ എന്തെല്ലോ വേസ്റ്റുകളുണ്ട്. ഒരു വൃത്തിയില്ലെങ്കിലും സ്ഥലം കാണാനില്ലുണ്ട്. വൃത്തിൻ്റെ കുറവാണ് കാര്യം. അത് കഴിക്കാണ്ട് കടൽപ്പാലം വരുന്നത് അങ്ങ് കാണുന്നേ. ഇത് നായ്ക്കുട്ടിയുടെ ഇതാ ആദ്യമായിട്ട് കേസ് ആ ബീച്ചിൽ വരുന്നത്. കാറ്റ് കാണുന്ന കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇതാ ഇത്ര അടുത്ത് ആദ്യമായിട്ടേക്കും ബീച്ച് പണ്ട് ചെറുപ്പത്തിൽ വന്നില്ലാണ്ട് ഇപ്പം ആദ്യമായിട്ടായിരുന്നു. കുറേ നാളായി വന്നിട്ട് ചെറുപ്പത്തിൽ. അന്നേരം നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രി ഉണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ് ഇത് പറയാലോ. ഈ നായി നമ്മൾ ഫോളോ ചെയ്യുന്നു. ഫുള്ള് വരുന്ന ഇവിടെ. കാരണം മീനെല്ലാം മണത്തില്ല, വൃത്തിയില്ല. മീൻ ഇവിടെ ശരിക്കും വെച്ചാൽ അങ്ങോട്ടാണ് ശരിക്ക്. അവിടെ കുറേ വള്ളങ്ങളെ നിർത്തിയിട്ടുണ്ട്. നമുക്കെല്ലാം അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ കടൽപ്പാലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ഫുള്ള് നമ്മൾ നടക്കാൻ പോവാണ്. ഇന്ന് ഫുള്ള് അഡ്വഞ്ചർ ട്രിപ്പാണ് കാര്യം പറയാലോ. 8 കിലോമീറ്റർ നമ്മൾ നടക്കാൻ പോകും. ഇന്ന് നട്ടുച്ചക്ക് 12:40 ഇപ്പോൾ സമയം. എന്തായാലും മുഴപ്പിലങ്ങാട് ബീച്ച് കയറാൻ പറ്റും നോക്കട്ടെ. അവിടെ എത്തിയിട്ട് വരാം. അമ്മയായിട്ട് ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ബാക്കി അടുക്കാം. ഇവിടെയും കഴിക്കാൻ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നത് അമീൻ ഹോട്ടൽ. നമ്മൾ തന്നെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഓർഡർ ചെയ്തത്. ആദ്യം നമ്മളെ പച്ചടി കച്ചമ്പർ വന്നു, അച്ചാർ വന്നു, പിന്നെ നമ്മളെ ബിരിയാണി വന്നു. ബിരിയാണി വെച്ചാൽ 130 രൂപയ്ക്ക് വലിയ ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഇല്ല. വലിയ ക്വാളിറ്റി അങ്ങ് തോന്നിയില്ല, വലിയ ടേസ്റ്റും ഉണ്ടായില്ല. കാരണം മസാലയൊക്കെ കുറവായിരുന്നു. വേറൊരു പീസ് അതിൻ്റെ മേലെ നെയ്ച്ചോറ് ഇട്ട ഒരു സംഭവം കഴിക്കായിരുന്നു. ടേസ്റ്റ് ഇല്ലാണ്ടും ഇല്ല കേസ്. വിശപ്പിൽ കൊണ്ട് മുഴുവനായി കഴിച്ചിട്ടുണ്ട് നമ്മൾ. ബിരിയാണി ഒക്കെ കഴിച്ച് വീണ്ടും നമ്മൾ നടത്താനും വെച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട്? 8 കിലോമീറ്റർ തന്നെ ഉണ്ട്. നടക്കട്ടെ. ഗൂഗിൾ മാപ്പ് ചതിച്ചാലാണോന്ന് അറിയില്ല, വേറെ കുഴപ്പമാണെന്ന് അറിയില്ല. നമ്മൾ ഏലുട്ടിയോ ആരാൻ്റെ വീട്ടിൻ്റെ ബാക്കിലൂടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കടൽ കാണുന്നുണ്ട്. ഇത് മുഴപ്പിലെങ്ങാണോ വേറെ സ്ഥലമാണെന്ന് അറിയില്ല. ഒന്ന് ഫോണ് കാണില്ല. വെച്ച് നടക്കുന്ന കേട്ടോ. ആരില്ല വീടിൻ്റെ പറഞ്ഞ വീട്ടിൽ കയറി പോകുന്നു. മുഴപ്പിലെങ്ങാട് അതിൻ്റെ പോകുന്നുണ്ട്. വെച്ചാൽ കാണാം മുഴപ്പിലെങ്ങാട്. ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്താമോ നോക്കറാ. ഗൂഗിൾ മാപ്പ് കാണിച്ച വഴിയാ. എത്തിയിട്ട് നമ്മളത് ഇങ്ങനത്തെ സ്ഥലത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതെന്താ പാർക്കാണ്. ഇതാ CV പാർക്ക്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് വ്യൂ വരുന്നുണ്ട്. ഇവിടെ കുട്ടിയെ കളിക്കേണ്ട പാർക്ക് അങ്ങനത്തെ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നീട് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്. തെലിച്ചേരി റെസ്റ്റോറൻറ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റും വരുന്നുണ്ട്. എൻ്റെ മോനെ ഇതാ ഇവിടെ ബീച്ച്. ഇതാ മോനെ മുഴപ്പിലങ്ങാട് ബീച്ച് എന്ന സംഭവം ക്യാൻസൽ ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വണ്ടി പോകുന്നതിനെ നോക്കി നേരെ 14 മിനിറ്റ് നടന്ന് നോക്കുമ്പോഴേക്കും 1.5 മണിക്കൂർ മേലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആയതുകൊണ്ട് 3 മണിക്കൂർ. അങ്ങനെ അതുകൊണ്ട് മുഴപ്പിലങ്ങാട് ബീച്ച് നമ്മളിവിടെ ക്യാൻസൽ ആക്കാണ്. തൽക്കാലം ഇതും കണ്ട് നമ്മളിവിടുന്ന് വിടുവാണ്. എൻ്റെ ബീച്ച് എന്ന സ്വപ്നം ഇനി യാഥാർത്ഥ്യമാവില്ല പറയും. എന്നെന്തായാലും ഇവിടെ ഒരു പാർക്കുണ്ട് കണ്ട. കുഞ്ഞു കുട്ടികളെ എന്തെല്ലാം ഉണ്ട് സെറ്റപ്പ്. ഇത് കണ്ടെടുക്കാമെന്ന് വിചാരിക്കുന്നു.
കുഴപ്പമില്ലെങ്കിൽ നടന്നെത്തുമ്പോൾ പണിയാവും. കാരണം 7 കിലോമീറ്റർ 3 മണിയാവും. കണ്ട ഇതാ 1 കാണുന്നില്ലേ, 1.41 എടുക്കും. അതുകൊണ്ട് ഇനി ഇവിടെ കുറച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് നടക്കലാണ്. വേറെ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വിടും. അയ്യോ, നമുക്ക് ബീച്ചിൽ പിന്നെ ദിവസം പോവാം. കോട്ടയിലും പോയി അടിച്ചു കൊടുത്തി. ഓക്കെ, പിന്നെ കുറച്ച് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യും, വൈബ് അടിക്കുന്നത്. നല്ല വൈബ് പ്ലേസാണ്. കാര്യം പോയാലോ ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് ഏതാണ്ട് 20 റുപ്യ കഴിക്കാണ്. 20 രൂപ, മുതിർന്നതിക്ക് കുട്ടിയൊക്കെ 10 രൂപയും. അത്യാവശ്യം ഇവിടെ ഇരിക്കട്ടെ. മുഴപ്പിലങ്ങാട് പോകാൻ പറ്റാത്ത സങ്കടവും ദേഷ്യമൊക്കെ നമ്മൾ ഈ ഊനാനോട് തീർക്കുകയാണ്. കുറേ സമയം അവിടുത്തെ ഊനാനിലൊക്കെ കയറിയിരുന്നു. അപ്പുറത്തെ പിള്ളേർക്ക് നമ്മളെ നോക്കുന്നു. അവിടെ നമ്മൾ ഇറങ്ങിയത് ആ പാർക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തല്ലുമല സ്ട്രീറ്റിലേക്ക് പോക്കാണ്. തല്ലുമല സ്ട്രീറ്റ് ആടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. നമ്മളെ മറ്റേ കണ്ണൂർ തശ്ശേരി കോട്ടനടുത്താണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ആടെത്തി നമ്മളങ്ങനെ രാവിലെ 11 മണിക്ക് വന്നതാണ്. ഏകദേശം ഇങ്ങനെ 2 മണിയായി. നമ്മളിങ്ങനെ തല്ലുമല സ്ട്രീറ്റിൽ മൂടി വന്നിട്ടുണ്ട്. ഇവിടുന്ന് കഴിക്കാൻ തല്ലുമല ഷൂട്ട് ചെയ്തത് കുറച്ച് ഭാഗങ്ങളൊക്കെ അധികം ഇവിടുന്ന് തന്നെ ഷൂട്ട് ചെയ്തത്. എന്താ ഇതുണ്ടാ ഇങ്ങനെ ഫുള്ള് കണ്ട ഇവിടെ ഫുള്ള് പെയിൻ്റ് അടിച്ച് വേറെ വൈബാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുണ്ട്, പോയിട്ട് വരാം. ഫുള്ള് കുടു ഗൈസ് നോക്കാറ് ഓരോ പെയിൻറ്റിങ്ങെല്ലാം ഫുള്ള് നമ്മളവിടെ ഇങ്ങോട്ടേക്ക് എന്താ വഴിയാണ് നോക്കാറ്. ഏതെല്ലാം വഴി ഏതെല്ലാം പോക്കാണ്. ഇവിടെ എത്തി ഞങ്ങൾക്ക് ആ ബീച്ച് സൈഡ് അങ്ങോട്ടേക്ക് എത്തുന്നത്. കുറച്ച് അങ്ങോട്ട് കൂടി പോയിട്ട് വരാം. ഇവിടെ ഫോട്ടോ എടുക്കാൻ വെച്ചാൽ ഞാൻ ഇവിടെ കൂടി പോയിട്ട് നമ്മുടെ തശ്ശേരി ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകാണ്. നമ്മൾ നേരത്തെ കണ്ട കടൽപ്പാലത്തിനെടുത്തിട്ട് ഇപ്പം നമ്മൾ ഇവിടുന്ന് മാർഷി എന്ന് പറഞ്ഞ യൂട്യൂബർ വീഡിയോ ഒക്കെ ഇടുന്ന കാണുന്നുണ്ട് അധികം. അതുകൊണ്ട് ഒന്നാമത് ഇങ്ങോട്ടേക്ക് വന്നേ. ഓനെ കാണുന്നു വെച്ചിട്ട് ഓനെയും കണ്ടില്ല, ഓനെയും കണ്ടില്ല. കുഴപ്പമില്ല, അവൻ ഇവിടെ ഇരുന്ന് കുറച്ച് പോക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻട്രോ ഔട്ട്രോ നേരത്തെ എടുക്കാൻ മറന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. എന്തൊക്കെ സിനിമ ഇവിടെ എത്തി കൊടുക്കുക. സമൂഹത്തിൽ അടുത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ട്രാവൽ ചാലഞ്ച് എന്തെങ്കിലും ബ്ലോഗൊക്കെ ആയിട്ട് വരാം. അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതല്ല. ബൈ ബൈ.